വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ കുറേ നാളായി വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടിട്ട്. അപ്പം ഈ വർഷം നമ്മൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ആട് 3 ആണ്. അതുമാത്രമല്ല, എല്ലാം ഉണ്ട്, കുറച്ച് സിനിമകളുണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ. അപ്പം ആട് 3 ആണ് ഫസ്റ്റ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു മൂവി. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് അന്ന് തന്നെ ടോക്സിക് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-ാം തീയതി പിന്നെ ദൃശ്യം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമ എന്ന് പറയുന്നത് അത് ആട് 3 ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ജയസൂര്യ, അതുപോലെ അങ്ങനെ പറയുന്ന കടയിലെ ഷാജി പാപ്പാൻ, പിന്നെ അറക്കലബു, സച്ചിൻ, ഡ്യൂഡ്, പിന്നെ ഷമീർ, പിന്നെ എല്ലാവരും, ഇന്ദ്രൻ ചേട്ടൻ, അങ്ങനെയുള്ള എല്ലാവരുടെയും ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ആ ഒരു എന്തോ പറയുന്ന ഒരു റോളാണെങ്കിലും നമുക്ക് ആ 1-ാം പാർട്ട് തൊട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിൽ കൊണ്ടൊരു കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ 3-ാം ഭാഗത്തിൻ്റെ ട്രെയിലർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഈ മാസം 19-ാം തീയതിയാണ് ഈ സിനിമ റിലീസാകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഇതെനിക്ക് ഫസ്റ്റ് ഷോ മസ്റ്റായിട്ട് നമ്മളിത് കണ്ടിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അത്രക്കൊരു വികാരമാണ്. അപ്പം അതിൻ്റെ എന്തായാലും ഗായ്സ് ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ട്രെയിലർ നോക്കാം ആദ്യം. ഏതോ ഒരു ലോകത്ത് നിന്ന് അങ്ങനെ ആ കാർന്നവന്മാരൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. എന്തോ അജ്ഞാതമായ ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലും വരും. ഫ്രെയിം അടിപൊളിയല്ലേ? എന്റെ മോനെ കിട്ടു, ഒന്നും പറയല്ലേ. ഇതിനു വേണ്ടി യുദ്ധങ്ങൾ വരെ ഈ പുഴയ്ക്ക് കുറുകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് അമ്പ ചെയ്ത് കൊല്ലാം. മതിയോ? അത് മതി. ഇനി ഇത് പിടി. കൈ കിട്ടിയപ്പോ ലാസർ പൊട്ടിച്ച് പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? പാഷാൻ ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ ചെഗുവേരെ. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. മ്യൂസിക് വയലൻസ് വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. ജീവൻ മാറുന്ന പോരാട്ടം. ഏത് ഈ വയ്യാത്ത നടുവും വെച്ചോണ്ട. തനിക്ക് പോരാടാനുള്ള സമയം സമാഗതമാകും. എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ 2 അടി മാറി നിന്ന് കൗണ്ട് അവൻ കേൾക്കടാ. മനസ്സിലായോ സാറേ? ഗ്രാമവാസി ആ സൈറൻ ഉണ്ടോ? എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. മോനെ പൊളിച്ച്. ലാസ്റ്റ് ഒരു സാധനം കണ്ടായിരുന്നു, പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല കേട്ടോ. 1 ലാസ്റ്റ് റൈഡ് പാർട്ട് 1. അപ്പോൾ ഉറപ്പാ ഗൈസ്, ഇനിയും ഇതിൻ്റെ ഭാഗങ്ങളും കാണും.
ഇത് ഇവിടെ ഒന്നും ഇത് അവസാനിക്കത്തൊന്നുമില്ല എന്ന് നല്ല ഉറപ്പുണ്ട്. കാരണം തീർക്കത്തില്ല. കാരണം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത്രക്കും നമുക്കൊരു വികാരമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തന്നെ. എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞ കേട്ടാ, എൻ്റെ ഇതാണ് ഞാൻ പറയുന്നത്. എനിക്കിത് ഭയങ്കര ഇതാണ്. കാരണം ഇത് എത്ര കണ്ടാലും മടുക്കും. ഇപ്പോൾ 1 ആണെങ്കിലും 2 ആണെങ്കിലും, ഇപ്പം 3 ഇറങ്ങിയിട്ടില്ല, 1 ആണെങ്കിലും 2 ആണെങ്കിലും എത്ര കണ്ടാലും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ഫുള്ളൊന്ന് കാണാം എന്ന് തോന്നിപ്പോകും ചില സിനിമ. അതാണ് നമുക്ക് അത്രയും അത്രയും വേറൊരു മൂഡിലാണ് നമ്മൾ സിനിമ കാണുന്നത്. അപ്പോൾ എന്തായാലും ഗായ്സ്, മാർച്ച് 19 സിനിമ ഇറങ്ങും, നമുക്ക് കാണാം. എന്തായാലും ഫസ്റ്റ് ഡേ ഫാൻ ഷോ ബുക്ക്ഡ് ആണ്, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും 19 കാണാം.